ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ പഴംപൊരിയാണ് കേട്ടോ. നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പഴംപൊരി. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ മാവ് ഒരു മീഡിയം സൈസ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി, അരിപ്പൊടി ഏതായാലും മതി, ഞാൻ പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർക്കാം. ഇനി ഇത് അല്പാൽപ്പം വെള്ളം ചേർത്ത് നമുക്ക് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.25 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ്. പക്ഷേ നിങ്ങൾ ആദ്യമേ അത്രയും വെള്ളം ചേർക്കണ്ട കേട്ടോ. കുറച്ച് ചേർത്ത് ബാറ്റർ കൺസിസ്റ്റൻസി ആയി വരുന്നവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ ഒരു ഫൈനൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അധികം കട്ടിയായി പോയാലും പഴംപൊരി ശരിയാവില്ല, ഭയങ്കര ലൂസായിപ്പോയാലും പഴംപൊരി ശരിയാവില്ല. അപ്പോൾ ആ ബാറ്റർ തയ്യാറാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ദോശമാവാണ് കേട്ടോ. ഈ ദോശമാവ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ നമുക്കിത് പുളിക്കാനായിട്ട് ഒന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കണം. എന്നാലേ നമ്മുടെ പഴംപൊരി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ദോശമാവ് അധികം ചേർക്കരുത്, പഴംപൊരി ശരിയാവില്ല. അധികം ദോശമാവായി കഴിഞ്ഞാൽ വല്ലാതെ ഇങ്ങ് കുമിളിച്ച് വരും. അപ്പം നമുക്ക് ഈ ബാറ്റർ കവർ ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം മാവ് തയ്യാറായിട്ടുണ്ട്. 6 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പഴം തൊലി കളഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു 6 ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുള്ള ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. പഴം വാങ്ങിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. പഴം പൊരിക്ക് നല്ല പഴുത്ത പഴമാണ് ടേസ്റ്റ് കേട്ടോ. പച്ചപ്പഴം കൊണ്ടോ അല്ലെങ്കിൽ സെമിയായ പഴം കൊണ്ടോ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊന്ന് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു സുഖം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ മതി. അതുമാത്രമല്ല നമുക്കൊരു ഫുൾ പഴം കിട്ടിയൊരു ഫീലിംഗ് ഉണ്ടാവും. അതല്ല എങ്കിൽ ഇങ്ങനെ നടുക്ക് മുറിച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി. നീളത്തിൽ അരിയുമ്പോൾ ശ്രദ്ധിക്കുക, അധികം കട്ടി ഉണ്ടാവരുത്. ഞാൻ കാണിക്കാൻ തിക്നെസ് ഇതാ കണ്ടോ, ഈ ഒരു തിക്നെസ് മതി കേട്ടോ. അതല്ല ഇനി നിങ്ങൾക്ക് വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുത്ത് തന്നെ ചായക്കടയിലെ പോലെ അതേ വലിപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ അതിന് ഒത്തിരി ഓയിലും വലിയ പാനും വേണം. ഞാനിവിടെ എൻ്റെ സാധാ ചീനച്ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്, കാരണം ഞാൻ ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും മതി, അത് ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഓയിൽ നല്ല പെർഫെക്റ്റ്ലി ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാറ്ററിലൊന്ന് മുക്കിയെടുത്തിട്ട് പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം മുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എക്സസ് ബാറ്റർ ഉണ്ടെങ്കിൽ അത് കുടഞ്ഞു കളയണം കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ പഴം ചേർത്തപ്പോൾ നന്നായിട്ട് ബബിൾ ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ഓയിൽ പെർഫെക്റ്റ്ലി ചൂടാണ് എന്നാണ്. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മുടെ പഴംപൊരി ഉള്ളു വേവുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് കറുത്ത് പോകും. അതുപോലെ തന്നെ ബാച്ചായിട്ട് മാത്രമേ പഴം ചേർത്ത് കൊടുക്കാവുള്ളൂ. ഓവർ ക്രൗഡ് ആയാൽ നമുക്കത് ശരിയായിട്ട് കിട്ടില്ല. ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിൽ ചൂടായെന്ന് അറിയാൻ വേണ്ടി ആദ്യം ഒരു തുള്ളി ബാറ്റർ നമ്മൾ അതിലേക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ബാറ്റർ പെട്ടെന്ന് തന്നെ കുമിളിച്ചിട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ പെർഫെക്റ്റ്ലി ചൂടായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിത് നല്ല ഗോൾഡൻ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഡീപ് ഫ്രൈ ആണ്, മറച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ എപ്പോഴും ഒന്ന് മറച്ചിടാറുണ്ട്. അപ്പോൾ പഴംപൊരി നല്ല പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ യെല്ലോ അല്ലേ, ചെറിയ ബ്രൗൺ സ്പോട്ട്സ് ആയിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കളർ, പെർഫെക്റ്റ് കളർ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഒരു കിച്ചൺ ടവലിൽ വെച്ച് പേപ്പറിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ശരിക്കും നല്ല ഭംഗിയായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഓവർ ക്രൗഡ് ആക്കണ്ട. ചെറിയ പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3-4 മാക്സിമം അത്ര ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.
വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.